തഥാപ്യവഹിത പ്രജ്ഞാഃ കാലേസ്മിന്നാശ്രമാസ്ത്രയഃ പര്യാപ്താ ഏവമേവാഃ ത്രയകാലേപി വൈദികേ. തഥാ അപി അപ്രകാരമാണെങ്കിലും ഈ 4 തരത്തിലാണ് ആശ്രമങ്ങൾ പൂർവികന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളതെങ്കിലും അവഹിത പ്രജ്ഞാഹ അല്ലയോ ശ്രദ്ധയോടുകൂടിയ സജ്ജനങ്ങളെ, അവഹിത പ്രജ്ഞാഹ അവധാനതയുള്ള ബുദ്ധിയുള്ളവരെ, അസ്മിൻ കാലേ ഈ കാലത്ത്, ഈ മോഡേൺ ഏജിൽ, ഗുരുവിൻ്റെ കാലം എന്ന് പറയുന്നത് 100 വർഷം പിമ്പാണ്, അതും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 100 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ മോഡേൺ ഏജിൽ, ആധുനിക കാലത്ത് നമുക്ക് ത്രയഃ ആശ്രമാഹ 3 ആശ്രമങ്ങൾ മതിയാകും എന്ന് പറയുന്നത്. അതിൽ ഒരു ആശ്രമം നമുക്ക് ആവശ്യമില്ല. പര്യാപ്ത ഏവ 3 ആശ്രമങ്ങൾ പര്യാപ്തങ്ങളാണ്. ഏവം ഇപ്രകാരം വൈദികേ കാലേ അപി വൈദിക കാലത്തിലും ത്രയഃ 3 ആസനുണ്ടായിരുന്നു. അപ്പോൾ അന്നും കുറേയൊക്കെ ഈ വാനപ്രസ്ഥം എന്ന ആശ്രമം അത്രയങ്ങ് പ്രചാരത്തിലുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ കാലത്ത് കാട്ടിൽ പോയിരിക്കാൻ നമുക്ക് പറ്റില്ല പണ്ടത്തെ പോലെ. മാത്രമല്ല, കാട് എന്ന് പറയുന്നത് നാടിൽ നിന്നൊരു വിരക്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം മാത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, ഈ 3 ഘട്ടങ്ങൾ മതി. സന്യാസമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. 3ാമത്തേതായ വാനപ്രസ്ഥം നമുക്ക് അനുഷ്ഠിക്കാവുന്ന സംവിധാനക്രമം ഇന്നില്ല യഥാർത്ഥത്തിൽ. പിന്നെ കാട്ടിൽ പോയി തനിച്ച് താമസിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ സാധ്യമല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെ അത് ഉപേക്ഷിക്കാമെന്ന് ഗുരു പറയുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് തീർത്ഥസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ആ വാനപ്രസ്ഥത്തിന് പകരം ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഇരിക്കവേ തന്നെ കൂടെ കൂടെ തീർത്ഥസങ്കേതങ്ങളിലേക്ക് പോയിട്ട്, തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് താമസിക്കണം. കാട്ടിൽ പോകണമെന്നില്ല. അപ്പോൾ കാട് തേടി അലയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ വൈരാഗ്യം നിങ്ങൾക്കുണ്ടാക്കാം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ക്ഷണികമായ ആ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുകയും ശാശ്വതമായ ഒന്നിലേക്ക് നിങ്ങൾക്ക് താല്പര്യം വളർന്നു വരികയും ചെയ്യും. അതാണ് വിരക്തി എന്ന് പറയുന്നത്. ക്ഷണികതയിൽ ആസക്തി കുറയുകയും ശാശ്വതമായതിൽ ആസക്തി വർദ്ധിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ 3 ആശ്രമങ്ങൾ മതി ഈ ആധുനിക കാലത്തിൽ. അത് ഏതൊക്കെയാണ്? തേ ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസ ഇതി മേ മതിഃ തേഷാം സാമാന്യരൂപാണി സംക്ഷിപ്യാദൗ നിരൂപ്യതേ. ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസഃ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം ഇതി എന്ന് മേ മതിഹി, എൻ്റെ അഭിപ്രായം. ഗുരു പറയാണ് 3 ആശ്രമങ്ങൾ മതി. ആദ്യമായി തേഷാം അവയുടെ സാമാന്യരൂപാണി, സാമാന്യരൂപത്തെ സംക്ഷിപ്യ ചുരുക്കി നിരൂപണം ചെയ്യുന്നു. പ്രധാനമായ 3 ആശ്രമങ്ങൾ ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, സന്യാസാശ്രമം ഇവയാകുന്നു. ഇവയുടെ സാമാന്യരൂപം ചുരുക്കി പറയാം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ 3 ആശ്രമങ്ങളെ സാമാന്യമായിട്ട് അറിയണം.